ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആട്ടം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് തലേന്ന് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഇഡലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിക്കാനായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് കൊടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് പഴയ മോഡലൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉണങ്ങിയ മാങ്ങ ഇരിപ്പുണ്ട്. അത് കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കണത്. അപ്പോൾ ഒരു വർഷങ്ങളായി തന്നെ പറയാം. ഇതുവരെ അതിനൊന്നും കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് അതിട്ടിട്ട് ഒരു ഈസി ആയിട്ടുള്ളൊരു ചക്കക്കുരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നമ്മൾ ഇതിട്ട് കൊടുത്താൽ മതി. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ പുളി കൂടാൻ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പിട്ട് ഉണക്കിയതാണ്, എന്നാലും കറിയിലേക്കും കൂടി കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിക്കണുള്ളൂ, ഈ മാങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ മാങ്ങ നന്നായിട്ട് വെന്ത് അതിൻ്റെ പുളി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേനും ഞാൻ ചക്കക്കുരു ക്ലീൻ ആക്കിയിട്ട് വേവിക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ കഷ്ണങ്ങളും ഉപ്പും പുളിയും എരിവൊക്കെ ഇപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചക്കക്കുരു കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മളിനി തേങ്ങ ഒന്നും അരച്ച് ചേർക്കണില്ല, ചക്കക്കുരു മാത്രം ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ ചക്കക്കുരുവിന് തന്നെ നല്ല കൊഴുപ്പുണ്ടല്ലോ. അപ്പോൾ ഇത് മുളക് ചാറാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കുകയാണ്. എന്നിട്ട് ഈ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിങ്ങനെ തേങ്ങ അരച്ചാണ് നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടമെങ്കിൽ അപ്പോൾ ചക്കക്കുരുവിൻ്റെ അളവും കുറച്ചെടുത്താൽ മതി. എന്നിട്ട് തേങ്ങ അരച്ചൊഴിച്ചാൽ മതി. കൂടുതൽ ചക്കക്കുരു എടുക്കുമ്പോൾ തേങ്ങ അരയ്ക്കാത്തതാണ് നല്ലത്. തേങ്ങ അരയ്ക്കുമ്പോൾ ചക്കക്കുരു കുറച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചക്കക്കുരുവിലേക്ക് ഈ എരിവും പുളിവും ഉപ്പും ഒക്കെ പിടിക്കണം. അതുവരേക്കും ഒന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് കഷ്ണങ്ങളിലേക്ക് എല്ലാം അരപ്പും പിടിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇത് താളിച്ചൊഴിക്കണതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കണത്. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കടുകും കറിവേപ്പിലയാണ് കേട്ടോ താളിച്ചൊഴിക്കണത്. അപ്പോൾ ഞാനവിടെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഇനി അതവിടെ മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി കറിയാട്ടോ ഇത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നന്നായിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് ഊണ് കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ഉണക്കമാങ്ങ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടും ഇരുമ്പമ്പുളി വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ വാളംപുളി ഇട്ടിട്ട് അതിൻ്റെ പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാം. അപ്പോൾ വാളംപുളി വെച്ച് ചെയ്യുമ്പോൾ ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള കറിയാണ് ഇത്. വൈകുന്നേരം ആയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇത് കായ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ കായ എന്തെങ്കിലും കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പേരിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കറുത്ത് പോയി. ഒരു കഷ്ണം കടിച്ച് നോക്കുമ്പോൾ ചെറിയ മധുരവും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത് കറിയാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വൈകുന്നേരം ഇത് സ്നാക്കാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തതാട്ടോ. അപ്പോൾ നമുക്ക് കായ വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്കാണ് ഈ കായ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടേക്കുന്നത്. അതങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇതിലേക്ക് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ ഇട്ടിട്ട് അത് ഞാനൊരു തൊട്ടിയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല തണുപ്പാണല്ലോ, മഴക്കാലം ആയതുകൊണ്ട് തന്നെ
ഈ വെള്ളം പെട്ടെന്ന് പോയി കിട്ടാൻ പാടാണ്. അപ്പം വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഫാൻ്റെ അടിയിൽ കൊണ്ട് വെച്ചാലും മതി. അപ്പം ഞാൻ ഇതിങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ഫാൻ്റെ അടിയിലും കൂടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞിട്ടും. എന്നിട്ട് ആ ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടീനെ ഒന്നും കൂടി മിനുക്കിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ എല്ലാം അതിൽ തന്നെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആ കായ വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളക്കണ്ട കേട്ടോ, ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് കുഴഞ്ഞു പോകും. ആ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തിയിട്ട് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ ഇത് നമുക്ക് ഇതിനറിയാൻ പറ്റും, നമുക്ക് കിലുകിലാന്ന് ശബ്ദം കേൾക്കണ വരെ ഇത് മൊരിയിച്ച് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഇത് ആദ്യത്തെ ട്രിപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഞാനത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഇതിങ്ങനെ ചുമന്നിരിക്കുന്ന കാണുമ്പോൾ ഇത് കറുത്ത് പോയതല്ല കേട്ടോ, ഇത് നമ്മുടെ കായിന് ചെറിയൊരു പുളിപ്പ് ഉണ്ടായില്ല, അല്ല മധുരം ഉണ്ടായല്ലോ, പഴുത്ത് തുടങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയാണ് ആ ചുമപ്പ്. പിന്നെ പോരാത്തതിന് ഇരുമ്പ് ചട്ടിയുടെ. അങ്ങനെ പിന്നെ ചായയൊക്കെ റെഡിയാക്കി ഞാനിത് തണുത്ത് വേണ്ട ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുറച്ച് മധുരവും നമ്മുടെ ചിപ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.